നാട്ടിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ്-19 ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. പല സുഹൃത്തുക്കൾക്കും എങ്ങനെയാണ് നോർക്ക റൂട്ട്സിൽ അത് രജിസ്റ്റർ ചെയ്യുക എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിലൂടെ നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് നമ്മുടെ മൊബൈലിലൂടെ തന്നെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ ഒരു നോർക്ക റൂട്ട്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ, പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു രജിസ്ട്രേഷൻ അല്ല നടത്തുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായി ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്ത് പ്രത്യേക ദിവസങ്ങൾ കണക്കാക്കിക്കൊണ്ടായിരിക്കും ഇവിടുന്ന് പ്രവാസികളെ കൊണ്ടുപോവുക. ഈ രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. അതായത് ഈ ഒരു നോർക്ക റൂട്ട്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ക്വാറന്റൈനിൽ താമസിക്കേണ്ട ആളുകൾ, അതായത് ഇവിടുന്ന് പ്രവാസികൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഇതുപോലുള്ള രോഗലക്ഷണങ്ങളോ മറ്റുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ താമസിക്കേണ്ട ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു രജിസ്ട്രേഷനാണ് ഈ നോർക്ക റൂട്ട്സിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാറന്റൈനിൽ താമസിക്കാൻ നിങ്ങളുടെ വീട്ടിൽ സൗകര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കോവിഡ്-19 ബന്ധപ്പെട്ട് എന്തെങ്കിലും ചികിത്സ തേടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ നമ്മൾ നൽകുന്നത്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഇതിനുള്ള സൗകര്യം, ക്വാറന്റൈനിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ നമ്മൾ നൽകുന്നത്. നമുക്ക് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. നമ്മുടെ മൊബൈലിലൂടെയാണ് നമുക്കത് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കതിനു വേണ്ടി രജിസ്റ്റർ നോർക്ക റൂട്ട്സ് .org എന്ന ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനുള്ളത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. വെബ്സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നമുക്ക് ആദ്യം തന്നെ നെയിം ആസ് ഇൻ പാസ്പോർട്ട് എന്ന് കാണുന്ന ഭാഗമുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഭാഗത്ത് നമ്മുടെ പാസ്പോർട്ട് നെയിമാണ് നമ്മൾ നൽകേണ്ടത്. ഇതിൽ നൽകുന്ന വിവരങ്ങളെല്ലാം നമ്മുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാസ്പോർട്ടിലുള്ള രേഖകളാണ് നമ്മൾ ഇവിടെ നൽകേണ്ടത്. ആദ്യം തന്നെ ഇവിടെ നമ്മുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുക. തുടർന്ന് രണ്ടാമതായി നമുക്ക് ഏജ് സെലക്ട് ചെയ്യണം. ഞാനിവിടെ എൻ്റെ ഏജ് ടൈപ്പ് ചെയ്യാണ്. അടുത്തതായി ഞാനിവിടെ മെയിൽ എന്ന് സെലക്ട് ചെയ്തു. രണ്ടാമതായി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പാസ്പോർട്ടിലുള്ള രേഖകളാണ് നമ്മൾ ഇതിൽ സമർപ്പിക്കേണ്ടത്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ വർഷവും അതുപോലെ തന്നെ മാസവും സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡേറ്റ് സെലക്ട് ചെയ്യുക. തുടർന്ന് താഴെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം. നമ്മുടെ പാസ്പോർട്ട് നമ്പർ എത്രയാണെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. തുടർന്ന് താഴെ നമുക്ക് നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നത് എന്ന് നമ്മളിതിൽ സെലക്ട് ചെയ്യണം. ഞാൻ സൗദി അറേബ്യ എന്ന് സെലക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ താഴെ നമുക്ക് പെർമനൻറ്റ് അഡ്രസ്സ് ഇൻ കേരളത്തിൽ നമ്മുടെ അഡ്രസ്സ്, അതായത് നമ്മുടെ പാസ്പോർട്ടിലുള്ള അഡ്രസ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ നൽകേണ്ടത്. തുടർന്ന് താഴെ നമുക്ക് ജില്ല സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ ജില്ല ഏതാണെങ്കിൽ അത് ഇതുപോലെ സെലക്ട് ചെയ്യുക. തുടർന്ന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ പഞ്ചായത്ത് സെലക്ട് ചെയ്തു. തുടർന്ന് നമ്മുടെ അഡ്രസ്സ്, അതായത് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന രാജ്യത്തെ അഡ്രസ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അതായത് നമ്മൾ ഇപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിൽ സൗദി അറേബ്യയിൽ നമ്മുടെ ജോലി ചെയ്യുന്ന ആ ഒരു അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. തുടർന്ന് താഴെ നമ്മുടെ ഇമെയിൽ, നമ്മെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഇമെയിൽ ഏതാണെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. തുടർന്ന് താഴെയായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന രാജ്യത്തെ ആ ഒരു കോൺടാക്റ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യാണ്. തുടർന്ന് താഴെയായിട്ട് നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം. അത് നമ്മുടെ നേരത്തെ നമ്മൾ മുകളിൽ കൊടുത്ത നമ്പർ തന്നെ ആയിരിക്കും എല്ലാവരുടേതും. അത് നേരെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇത്രയും നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും മുകളിൽ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നൽകണം. ഇവിടെ എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളൊരു വിസിറ്റ് വിസയിൽ എത്തിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഓതേഴ്സ് എന്ന് കാണുന്ന ഭാഗം സെലക്ട് ചെയ്യുക. തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ വിസ ടൈപ്പ് ഏതാണെന്ന് ഇവിടെ സെലക്ട് ചെയ്യണം. നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ എത്തിയ ആളാണെങ്കിൽ
വിസിറ്റ് വിസ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതല്ലെങ്കിൽ ജോലി ആവശ്യത്തിന് എത്തിയ ആളാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റെസിഡൻറ്റ് വിസ എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. താഴെ ഭാഗത്ത് ഡേറ്റ് ഓഫ് എക്സ്പയർ, നമ്മുടെ വിസയുടെ കാലാവധി അവസാനിക്കുന്ന ഡേറ്റ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് റീസൺ ഓഫ് റിട്ടേൺ എന്ന് കാണുന്ന ഭാഗം, നമ്മളിപ്പോൾ രാജ്യത്തേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. നമ്മളെ ഇവിടെ സീനിയർ സിറ്റിസൺ ആണോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എക്സ്പയർ ആയിട്ടാണോ, അതായത് വിസിറ്റിംഗ് വിസയിലുള്ള ആളുകൾക്കൊക്കെ വിസിറ്റിംഗ് വിസ എക്സ്പയർഡ് എന്ന് കാണുന്ന ഭാഗം സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലീവിന് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. ക്യാൻസൽ ആയിട്ട് വരുന്ന ആളാണെങ്കിൽ അത് നൽകാം. അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഏറ്റവും അവസാനം അതർ റീസൺസ് എന്ന് കാണുന്ന ഭാഗം അത് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾ COVID-19 എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങൾ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും വിധേന രാജ്യത്ത്, ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് സെലക്ട് ചെയ്യാം. താഴെയായിട്ട് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. രോഗം ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് നമ്മൾ പുറപ്പെടുന്ന ആ രാജ്യത്തുള്ള എയർപോർട്ടിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യണം. അതായത് ഇപ്പം സൗദി അറേബ്യയിൽ നിന്ന് 4 എയർപോർട്ടുകളിൽ നിന്നാണ് രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്ന ആളുകൾ പോകേണ്ടത്. അതായത് ദമ്മാം, റിയാദ്, മദീന, ജിദ്ദ എയർപോർട്ടുകളാണ്. ഞാനിവിടെ ജിദ്ദ എന്ന് ടൈപ്പ് ചെയ്യാണ്. താഴെയായിട്ട് നമ്മൾ കേരളത്തിൽ ഏത് എയർപോർട്ടിലാണോ ലാൻഡ് ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യാനാണ്. ഞാനിവിടെ കോഴിക്കോട് സെലക്ട് ചെയ്യാണ്. തുടർന്ന് താഴെയായിട്ട് നമുക്ക് പ്രപ്പോസ്ഡ് ഡേറ്റ് ഓഫ് ട്രാവൽ, നമ്മുടെ രാജ്യത്തേക്ക് പോകാനുള്ള ഡേറ്റ് എന്നാണോ, നമ്മൾ ട്രാവലിങ്ങിനുള്ള യാത്രക്കുള്ള ഡേറ്റ് എന്നാണോ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾ എന്താണോ കേരളത്തിലേക്ക് പോകുന്നെങ്കിൽ ആ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ മെയ് 20-ാം തീയതി എന്ന് സെലക്ട് ചെയ്യാണ്. തുടർന്ന് താഴെയായിട്ട് നിങ്ങൾ ഏത് എയർലൈൻസ് വഴിയാണ് വരുന്നതെന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എയർ ഇന്ത്യ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫ്ലൈറ്റിലാണ് യാത്ര പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ എയർ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിൽ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട് താമസിക്കാനുള്ള, അതായത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു റൂം സൗകര്യം നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം, അതായത് നിങ്ങൾക്ക് ക്വാറന്റൈൻ താമസിക്കാനുള്ള ഒരു സെപ്പറേറ്റ് റൂം സൗകര്യം ഉണ്ടോ എന്നാണ്. അത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ യെസ് ഓർ നോ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസിൻ്റെ പൂർണ്ണമായൊരു വിവരം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നൽകിയ എല്ലാ വിവരവും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് പ്രിവ്യൂ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നൽകിയ വിവരങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. തുടർന്ന് ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്ന സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. നമുക്ക് നോർക്ക റൂട്ട്സിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ലഭ്യമാകും. ഇത് നമ്മളെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ പ്രത്യേകമായി ടൈപ്പ് ചെയ്തിട്ടോ സൂക്ഷിച്ചു വെക്കുക. പിന്നീട് നിങ്ങൾക്ക് നോർക്കയിൽ നിന്ന് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു രജിസ്റ്റർ നമ്പർ ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർക്കയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള, നോർക്ക റൂട്ട്സിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള വളരെ സിമ്പിളായി നമ്മുടെ മൊബൈലിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ എനിക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.